എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ നിന്ന് പണം ഉണ്ടാക്കാൻ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട്. ആ വീഡിയോക്ക് താഴെ വന്നൊരു കമന്റ് ആണ്, മേലനങ്ങി ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കാൻ വയ്യാത്തവനൊക്കെയാ ഈ പണിക്ക് നിൽക്കുന്നത് എന്ന്. അങ്ങനെയാണ് കമന്റ്. മേലനങ്ങി ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കാൻ വയ്യാത്തവനൊക്കെയാ ഈ പണിക്ക് നിൽക്കുന്നത് എന്ന രീതിയിലാണ് ആ വ്യക്തി പറഞ്ഞത്. അതൊരു നെഗറ്റീവ് കമന്റ് ഒന്നല്ല. ആ വ്യക്തിയുടെ അഭിപ്രായമാണ് പറഞ്ഞത്. ഇതിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഓരോരുത്തരും പല രീതിയിലാണ് പൈസ ഉണ്ടാക്കുന്നത്. ചില ആളുകൾ ഈ വ്യക്തി പറഞ്ഞതുപോലെ മേലനങ്ങി അധ്വാനിച്ചിട്ടായിരിക്കും പൈസ ഉണ്ടാക്കുന്നത്. മറ്റ് ചിലര് അവരുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടായിരിക്കും പൈസ ഉണ്ടാക്കുന്നത്. മറ്റ് ചില ആളുകൾ സംസാരത്തിലൂടെയായിരിക്കും പൈസ ഉണ്ടാക്കുന്നുണ്ടാവുക. ഇങ്ങനെ പല തരത്തിലാണ് ഓരോ ആളുകൾ അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടുന്ന പൈസ ഉണ്ടാക്കുന്നത്. അതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടും ഉണ്ട്. ഈ വ്യക്തി പറഞ്ഞതുപോലെ മേലനങ്ങി അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുമ്പോൾ മേലനങ്ങി അധ്വാനിക്കുന്നതിന് നല്ല ബുദ്ധിമുട്ടുണ്ട്. അതിനനുസരിച്ച രീതിയിലാണ് അവർക്ക് പൈസ കിട്ടുന്നത്. അതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ബുദ്ധി കൊണ്ട് പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. ഈ മേലനങ്ങി പണിയെടുക്കാൻ എല്ലാവർക്കും പറ്റണമെന്നില്ല. അതുപോലെ തന്നെ ബുദ്ധി കൊണ്ടും പൈസ ഉണ്ടാക്കാൻ എല്ലാവർക്കും പറ്റണമെന്നില്ല. അതുപോലെ തന്നെയാണ് ഞാൻ ഈ പറയുന്നത് പോലെ സംസാരം കൊണ്ട് പൈസ ഉണ്ടാക്കുന്ന രീതി. മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ എടുത്തിട്ട് പൈസ ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ അതിനു വേണ്ടി നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് തന്നെയാണ് പൈസ ഉണ്ടാക്കുന്നത്. ചില ആളുകൾക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്. ഇങ്ങനെയുള്ളവർ വീട്ടിലിരുന്ന് ക്യാമറക്ക് മുന്നിൽ ഇരുന്ന് കുറേ കാര്യങ്ങൾ പറയുമ്പോൾ അവർ ഒരുപാട് ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ചെയ്യുന്ന കാര്യങ്ങളാണെന്ന്. അത് വ്യക്തമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയൊക്കെ തന്നെയാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അതായത് യൂട്യൂബിൽ നിന്ന് പണം ഉണ്ടാക്കാൻ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഞാനതിൽ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? എനിക്കും നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു കമന്റ് ഉണ്ടായിരുന്നു. അതായത് ഞാൻ യൂട്യൂബിലൂടെ ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന രീതിയിൽ. അപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നവർക്ക് അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അറിയാത്തവർക്ക് ഈ മറ്റുള്ളവർ പറഞ്ഞ് അറിയുന്നതിനേക്കാൾ നല്ലത് അനുഭവിച്ചറിയുന്നതല്ലേ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്യൂബിൽ വീഡിയോ ഇട്ട് തുടങ്ങുക. ഞാൻ ഈ ചെയ്യുന്നത് പോലുള്ള കണ്ടന്റുകൾ നിങ്ങൾ ഒരു ക്യാമറക്ക് മുന്നിൽ ഇരുന്നിട്ട് വീഡിയോ രൂപത്തിൽ ചെയ്യുക. എന്നിട്ട് ആ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് യൂട്യൂബിലോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഇതുപോലുള്ള സോഷ്യൽ മീഡിയകളിൽ അപ്ലോഡ് ചെയ്ത് അതിൽ നിന്ന് ₹1 വരുമാനമായിട്ട് നേടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന് എത്ര ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം. അല്ലാതെ ഇതുപോലെ അവിടുന്നും ഇവിടുന്നും ഒരുപാട് കാര്യങ്ങൾ കേട്ടും കണ്ടും ചില വീഡിയോക്ക് താഴെ പോയി ഇത്തരം കമന്റുകൾ ചെയ്യുമ്പോൾ ആ ചെയ്യുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. എല്ലാ പണിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യം ബുദ്ധി നമുക്കുണ്ടെങ്കിൽ ഇത്തരം കമന്റുകൾ ഉണ്ടാവില്ല. അതേ സമയത്ത് ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തേണ്ട കാര്യങ്ങൾ ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത്തരം അഭിപ്രായങ്ങളാണ് ഇത്തരം ആളുകളോട് നിങ്ങൾ പറയേണ്ടത്. നമ്മളൊന്നും എല്ലാം തികഞ്ഞ ആളുകളൊന്നുമല്ല. പ്രത്യേകിച്ച് ഞാൻ നിലവിൽ കാഴ്ച പ്രശ്നമുള്ള വ്യക്തിയാണ്. എനിക്ക് എൻ്റെതായ ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് പോരായ്മകൾ ഉണ്ടാവാം. ഒരുപക്ഷെ ഞാൻ ക്യാമറയിലേക്ക് നോക്കുന്ന നോട്ടം ക്ലിയർ ആവണമെന്നില്ല. കാഴ്ചയുള്ള ആളുകൾ ചെയ്യുന്നത് പോലെ ചിലപ്പോൾ ആക്ഷൻ ഇട്ടിട്ടൊന്നും ചെയ്യാൻ പറ്റണമെന്നില്ല. അതിൻ്റെതായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട്. അപ്പോൾ കാണുന്ന നിങ്ങൾക്കും അതിൻ്റെതായ പോരായ്മകൾ തോന്നുന്നുണ്ടാവാം. മറ്റ് വീഡിയോസ് കാണുമ്പോൾ ഒരുപക്ഷെ ഒരു കൈയിനെ കൊണ്ടും മുഖത്തിനെ കൊണ്ടൊക്കെ ഒരുപാട് എക്സ്പ്രഷൻ ഇട്ടിട്ടായിരിക്കും വീഡിയോസ് ചെയ്യുന്നതും അതിൽ കാര്യങ്ങൾ പറയുന്നതും. അപ്പോൾ ആ വീഡിയോ കാണുന്ന അത്രയും സുഖം ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഉണ്ടാവണമെന്നില്ല. എന്ന് കരുതി എനിക്ക് ഇത്തരം വീഡിയോസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. എനിക്ക് ഇത്തരം വീഡിയോസ് യൂട്യൂബിൽ ചെയ്യാൻ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്തരം വീഡിയോസ് ചെയ്യുന്നത്. അതിൽ എത്ര വ്യൂസ് കിട്ടുന്നോ, അതിന് നെഗറ്റീവ് കമന്റ് ഉണ്ടാവുമോ പോസിറ്റീവ് കമന്റ് ഉണ്ടാവുമോ എന്നൊന്നും കരുതിയല്ല ഞാൻ ഇത്തരം വീഡിയോസ് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ അത് മാത്രമാണ് എനിക്ക് ആവശ്യം. അല്ലാതെ ഈ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന എല്ലാ വീഡിയോസിനും ലക്ഷക്കണക്കിന് വ്യൂസ് കിട്ടണം എന്നൊരു നിർബന്ധവും എനിക്കില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ലക്ഷക്കണക്കിന് വ്യൂസ് കിട്ടിയാൽ സന്തോഷം ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും സന്തോഷം ഉണ്ടാവും. നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഒരുപാട് ആളുകൾ അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു എന്നറിയുമ്പോൾ നമുക്കതിന് സന്തോഷം തന്നെയാണ്.
അതിനപ്പുറം അതിപ്പോ ഒരു 10ഓ 20ഓ അല്ലെങ്കിൽ 200ഓ 500ഓ പേരിൽ ഒതുങ്ങിപ്പോയാലും അതിൽ സങ്കടവുമില്ല. കാരണം ആ 500 പേര് കണ്ടതില് 100 പേരെങ്കിലും ആ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ആ വീഡിയോക്ക് നല്ലതും മോശവുമായ ഇത്തരം അഭിപ്രായങ്ങൾ ചെയ്യുമ്പോൾ അത് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരം തന്നെയാണ്. ഈ വ്യക്തി എൻ്റെ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ജസ്റ്റ് കണ്ടിട്ട് വന്ന് കമന്റ് ചെയ്തതാണോ എന്നറിയില്ല. എന്തായാലും ആ വ്യക്തി എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട്. അതിന് താഴെ വന്നിട്ട് കമന്റ് ചെയ്യാൻ വേണ്ടി എന്തായാലും ഒരു നിശ്ചിത സമയം എനിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അതിലെനിക്ക് ഒത്തിരി സന്തോഷാണുള്ളത്. കാരണം ആ വീഡിയോ കണ്ടതുകൊണ്ടാണ് ആ വ്യക്തി എനിക്ക് ഇങ്ങനൊരു കമന്റ് ചെയ്തു തന്നിട്ടുള്ളത്. ചില ആളുകൾ വീഡിയോസ് കണ്ടിട്ട് ഒന്നും കമന്റ് ചെയ്യാതെ പോകും. ചില ആളുകൾ ലൈക്ക് ചെയ്തിട്ട് പോകും. ചില ആളുകൾ ഇതുപോലെ കമന്റ് ഇട്ടിട്ട് പോകും. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കാണുന്ന ഓരോ വ്യൂസിനും അതിൻ്റെതായ മൂല്യം കൽപ്പിക്കുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ ഓരോ ആൾക്കാർക്കും അതിൻ്റെതായ മൂല്യമുണ്ട്. അവർക്ക് അവരുടേതായ മൂല്യം കൊടുത്തിട്ടാണ് ഇത്രയും കാലം ഞാൻ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ കാഴ്ച പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളുടെ സഹായ സഹകരണത്തോടു കൂടി തന്നെയാണ് ഈ ലെവലിൽ ഞാൻ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരാളോടും പുച്ഛമില്ല. അതുപോലെ തന്നെ ഒരാളോടും ദേഷ്യമില്ല. ഒരാളോടും പകയുമില്ല. എന്ന് കരുതി ഇത്തരം വികാരങ്ങളൊന്നും ഇല്ല എന്ന് കരുതണ്ട. എല്ലാം ഉണ്ട്. അതായത് ആ ഒരു സമയത്ത് സാഹചര്യത്തിനനുസരിച്ചിട്ട് അത് കൈകാര്യം ചെയ്യാനും അതിനുശേഷം അത് ജീവിതകാലം മുഴുവൻ കൊണ്ട് നടക്കുന്ന ഒരു സ്വഭാവം ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നിങ്ങളോട് എനിക്ക് ദേഷ്യം വന്നാല് ആ ദേഷ്യം ഞാൻ അതുപോലെ പ്രകടിപ്പിക്കും. അത് അവിടെ കഴിയും. അല്ലാതെ അത് ജീവിതകാലം മുഴുവൻ ഓർത്ത് പിന്നാലെ തന്നെ കൊണ്ടുപോകുന്ന ആ ഒരു ശീലം എനിക്കില്ല. അതാണ് പറഞ്ഞു വന്നത്. ഓക്കെ. അതിനപ്പുറത്തേക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് നിങ്ങൾക്ക് കൂടി മനസ്സിലാവുന്ന വിധത്തിൽ പറയണം എന്ന് കരുതി ചെയ്തതാണ്. ഇതുപോലെ യൂട്യൂബിൽ ആരെങ്കിലും വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം കമന്റുകൾ എന്തായാലും ഉണ്ടാവും. അത് നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം. അത് എന്ത് തന്നെയായാലും അത് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ട് വേണം നിങ്ങൾ ഇത്തരം കാര്യങ്ങളിലേക്ക് വരാൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയുള്ള നിമിഷങ്ങൾ നിങ്ങൾക്ക് ശുഭമായിരിക്കട്ടെ.